ഇന്ത്യയിൽ കോടിക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന ജനപ്രിയ മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് ജൂൺ 22 വരെ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് സർക്കാർ. രാജ്യം മുഴുവൻ ചർച്ച ചെയ്ത നീറ്റ് പ്രവേശന പരീക്ഷാ ക്രമക്കേടുകളും ചോദ്യപേപ്പർ ചോർച്ചയുമാണ് ഇപ്പോൾ ടെലിഗ്രാമിന് വിനയായിരിക്കുന്നത്. ടെലിഗ്രാം വഴി പരീക്ഷാ ചോദ്യപേപ്പർ വ്യാപകമായി പ്രചരിച്ചു എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് IT മന്ത്രാലയവും ആഭ്യന്തര മന്ത്രാലയവും ആപ്പിനെതിരെ കർശന നടപടികളിലേക്ക് കടക്കുന്നത്. കട്ടവനെ കണ്ടില്ലെങ്കിൽ കണ്ടവനെ കള്ളനാക്കുക എന്നതാണോ കേന്ദ്ര സർക്കാരുടെ നയം? എന്താണ് നീറ്റ് വിവാദവും ടെലഗ്രാമും തമ്മിലുള്ള ബന്ധം? കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടാണ് ആപ്പ് നിരോധിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത്? നമുക്ക് പരിശോധിക്കാം. നീറ്റ് പരീക്ഷാ ക്രമക്കേട് അന്വേഷിക്കുന്ന അന്വേഷണ ഏജൻസികൾക്ക് ചോർന്ന ചോദ്യപേപ്പറിൻ്റെയും ഉത്തരങ്ങളുടെയും ദൃശ്യങ്ങൾ ആദ്യം ലഭിക്കുന്നത് ടെലിഗ്രാം ചാനലുകളിൽ നിന്നാണ്. പരീക്ഷ നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ലക്ഷക്കണക്കിന് രൂപയ്ക്ക് ചോദ്യപേപ്പർ ടെലിഗ്രാം വഴി വിൽപ്പന നടത്തിയെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. മറ്റ് ആപ്പുകളെ അപേക്ഷിച്ച് ടെലഗ്രാമിൽ ഗ്രൂപ്പുകളിലും ചാനലുകളിലും ലക്ഷക്കണക്കിന് ആളുകളെ ഒരേ സമയം ഉൾപ്പെടുത്താനാകും. കൂടാതെ വലിയ ഫയലുകൾ ഒറിജിനൽ ക്വാളിറ്റിയിൽ കൈമാറാനും സാധിക്കും. ഈ സവിശേഷതകളാണ് ചോദ്യപേപ്പർ ലോബികൾ തങ്ങളുടെ തട്ടിപ്പിനായി ദുരുപയോഗം ചെയ്തത്. എന്തുകൊണ്ടാണ് കുറ്റവാളികൾ ടെലിഗ്രാം തിരഞ്ഞെടുക്കുന്നത്? ഇതിന് പ്രധാന കാരണം ടെലിഗ്രാം നൽകുന്ന രഹസ്യാത്മകതയാണ്. വ്യാജ ഫോൺ നമ്പറുകൾ ഉപയോഗിച്ചും ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെയും ഇതിൽ ചാനലുകൾ തുടങ്ങാം. അന്വേഷണ ഏജൻസികൾ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ ആവശ്യപ്പെടുമ്പോൾ സ്വകാര്യതാ നയം ചൂണ്ടി ടെലഗ്രാം അധികൃതർ കൃത്യമായി സഹകരിക്കാറില്ല എന്നതാണ് മറ്റൊരു ആരോപണം. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനി ഉപയോക്താക്കളുടെ സ്വകാര്യത മുൻനിർത്തി വിവരങ്ങൾ കൈമാറാൻ മടിക്കുന്നത് ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്കും സുരക്ഷയ്ക്കും വലിയ വെല്ലുവിളിയാണെന്നാണ് സർക്കാർ വാദം. ആവശ്യപ്പെടുന്ന വിവരങ്ങൾ നൽകാൻ കമ്പനി വിസമ്മതിച്ചാൽ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് സെക്ഷൻ 69A പ്രകാരം ടെലിഗ്രാം ഇന്ത്യയിൽ പൂർണ്ണമായി നിരോധിക്കാൻ സർക്കാരിന് അധികാരമുണ്ട്. രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും പൊതുസമാധാനത്തിനും ഭീഷണിയാകുന്ന സാഹചര്യങ്ങളിലാണ് ഈ വകുപ്പ് ഉപയോഗിക്കാറുള്ളത്. മുൻപ് ചൈനീസ് ആപ്പുകൾ നിരോധിച്ചതും ഇതേ വകുപ്പ് ഉപയോഗിച്ചായിരുന്നു. എന്നാൽ വെറുമൊരു നിരോധനം കൊണ്ട് മാത്രം പ്രശ്നം തീരുമോ? VPN സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആളുകൾ വീണ്ടും ആപ്പ് ഉപയോഗിച്ചേക്കാം. അതുകൊണ്ട് തന്നെ പ്ലാറ്റ്ഫോമിനെ പൂർണ്ണമായി നിരോധിക്കുന്നതിന് പകരം കുറ്റകൃത്യങ്ങൾ നടന്ന നിർദ്ദിഷ്ട ചാനലുകളും URLകളും ബ്ലോക്ക് ചെയ്യാനുള്ള സാങ്കേതിക നീക്കങ്ങൾക്കാണ് നിലവിൽ സർക്കാർ മുൻഗണന നൽകുന്നത്. ലക്ഷക്കണക്കിന് സാധാരണ വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും പഠന സാമഗ്രികൾക്കും ഓൺലൈൻ ക്ലാസുകൾക്കുമായി ടെലഗ്രാമിനെ ആശ്രയിക്കുന്നുണ്ട്. ഫയലുകൾ സൗജന്യമായി ഷെയർ ചെയ്യാൻ സാധിക്കുമെന്നതിനാൽ വലിയൊരു വിദ്യാഭ്യാസ ശൃംഖല തന്നെ ടെലഗ്രാമിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആപ്പ് നിരോധിക്കപ്പെട്ടാൽ ഈ സംവിധാനങ്ങളെ അടക്കം അത് ഗുരുതരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് കാരണം ഒരു സിസ്റ്റത്തിൻ്റെ പരാജയമാണെന്നും അതിന് കമ്മ്യൂണിക്കേഷൻ ആപ്പിനെ നിരോധിച്ചിട്ട് എന്താണ് കാര്യമെന്നും ചോദ്യമുയരുന്നുണ്ട്. ചോർച്ചയ്ക്ക് കാരണമായ വലിയ വീഴ്ച മറയ്ക്കുകയാണ് സർക്കാർ ശ്രമമെന്നാണ് വിമർശനം. സ്വകാര്യതാ നയങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യിക്കാനും ടെലിഗ്രാമിനുമേൽ സമ്മർദ്ദം ചെലുത്താനും സർക്കാർ ശ്രമിക്കുന്നുണ്ട്. പരീക്ഷാ പേപ്പർ ചോർച്ചയ്ക്ക് കാരണം സിസ്റ്റത്തിൻ്റെ പരാജയമാണെന്നും അതിന് ഒരു കമ്മ്യൂണിക്കേഷൻ ആപ്പിനെ നിരോധിച്ചിട്ട് എന്താണ് കാര്യമെന്നും ചോദ്യമുയരുന്നുണ്ട്. ചോർച്ചയ്ക്ക് കാരണമായ വലിയ വീഴ്ച മറയ്ക്കാനാണ് സർക്കാർ ശ്രമമെന്നാണ് വിമർശനം. സ്വകാര്യതാ നയങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യിക്കാനും ടെലഗ്രാമിനുമേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നാണ് ആരോപണമുയരുന്നത്. ചോദ്യപേപ്പർ ചോർത്തിയത് ടെലഗ്രാമല്ല. കുറ്റവാളികൾ ചോർത്തിയ രേഖകൾ കൈമാറാൻ ടെലഗ്രാം ആപ്പ് ഉപയോഗിച്ചു എന്നതാണ് ആരോപണം. ഇവിടെയാണ് സർക്കാരിൻ്റെ യുക്തി ചോദ്യം ചെയ്യപ്പെടുന്നത്. പഴുതടച്ചെന്ന് കൊട്ടിഘോഷിച്ച സർക്കാർ സംവിധാനങ്ങളിൽ വലിയ വീഴ്ച ഉണ്ടായതുകൊണ്ടാണ് പേപ്പർ ചോർന്നത്. കുറ്റവാളികളായ ഉദ്യോഗസ്ഥരെ തിരിച്ചറിയുന്നതിൽ സിസ്റ്റം പരാജയപ്പെട്ടതുകൊണ്ടാണ് പേപ്പർ കരിഞ്ചന്തയിൽ വിൽക്കപ്പെട്ടത്. ആ സംവിധാനം കുറ്റമറ്റതാക്കുകയും പിഴവിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്താൽ ടെലഗ്രാമിന് ഈ കഥയിൽ എന്ത് പ്രസക്തി എന്ന ചോദ്യം ഉയരും. സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗം തടയേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ അതിലേറെ പ്രസക്തമാണ് രാജ്യത്തെ ആഭ്യന്തര സംവിധാനങ്ങളുടെ ദുരുപയോഗവും സുരക്ഷാ വീഴ്ചകളും പരിഹരിക്കുന്നത്. അതിനാണ് മുൻഗണന നൽകേണ്ടത്, നൽകപ്പെടേണ്ടത്.